പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു റവപ്പത്തലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടും അതുപോലെ 4 മണി പലഹാരമായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ്. ഒരുപാട് അങ്ങ് വറക്കണ്ട, ലൈറ്റായിട്ട് വറുത്തിട്ട് കിട്ടിയാലും മതി കേട്ടോ. അങ്ങനത്തെ ഒരു റവ ആയാലും മതി, ഓവറായിട്ട് മൂത്ത് പോകണ്ട റവ. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് റവയും അതിന് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ ഇത് നമുക്ക് കുറച്ച് നേരം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് ചൂട് കൂടി പോകണ്ട, അപ്പോൾ അങ്ങനെ വെന്ത പോലെ ആയിപ്പോകും. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നുണ്ടോ നോക്കിയിട്ട് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് നേരം കുതിർന്ന് കിട്ടണം, അതിന് വേണ്ടിയാണ് നമ്മളത് വെള്ളം നേരത്തെ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ ആക്കി വെച്ചാലും മതി. അത്ര നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവയായിട്ടുള്ളൊരു തേങ്ങ മിക്സ് ഉണ്ട്, അത് ചെയ്തെടുക്കാം. ഞാനിവിടെ തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ്. നമ്മളിപ്പോൾ 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അളവിൽ തന്നെ പകുതിയോളം തേങ്ങ ചേർക്കും, നല്ലതായിരിക്കും. ഇതിലേക്ക് ചെറിയ ഉള്ളി എടുക്കണം, ഒരു 4-5 എണ്ണം. പിന്നെ ചെറിയ ഒരു പീസ് വെളുത്തുള്ളിയും. ഇതിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആ ഒരു ചെറിയ കഷ്ണം ചേർത്തിരുന്നാലും മതി. പിന്നെ വേണ്ടത് ജീരകമാണ്. നല്ല ജീരകം, ചെറിയ ജീരകവും പെരുംജീരകവും വലിയ ജീരകവും രണ്ടും ഞാൻ ചേർക്കാറുണ്ട്. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. ഒരു ഓവറായി പോവണ്ട, ആ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു തേങ്ങ മിക്സ് നമ്മൾ ഈ ഒരു റവേൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണേ. നല്ല ടൈറ്റായിട്ട് തോന്നും. ഇപ്പോൾ അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ രീതിയിൽ വെള്ളം ഒഴിക്കരുതേ. കുറേശ്ശെ ഒഴിച്ച് അതിൻ്റെ പാകം നമുക്ക് ആ രീതിയിൽ കിട്ടണം. നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന ഒരു ഡോ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ ഇതേപോലെ ഒരു മാവാക്കി മാറ്റുക. ഇനി നമുക്കതൊന്ന് എടുത്ത് വയ്ക്കാം. ഒരു മൂടി വെക്കണം കേട്ടോ, എപ്പോഴും ഇതിൻ്റെ ഡ്രൈ ആയി പോവേ. എൻ്റെ മീതെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാൻ ഈ മാവിനെ പകുതിയാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതേപോലെ ഒരു ഷീറ്റിൽ എണ്ണ ആദ്യം തേച്ചിട്ടുണ്ട്. നമ്മൾ കൈവച്ചൊന്ന് പരത്തുക. അതിന് മീതെ വേറൊരു ഷീറ്റും കൂടെ വെച്ച് അതിന് മുകളിൽ കൂടെ വേണം പരത്തിയെടുക്കാൻ. ഇത് കുറച്ച് എളുപ്പത്തിലുള്ള പരിപാടിയാണ്. ഇതല്ല ചെറിയ ബോളാക്കിയിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുത്താലും മതി കേട്ടോ, അതിനാലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ് ഇങ്ങനെ ചെയ്യുമ്പം. ഇതിനെ പാകത്തിനുള്ള വലുപ്പത്തിലുള്ളൊരു കട്ടറോ അല്ലെങ്കിൽ കുക്കി കട്ടർ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ ഗ്ലാസ്സോ ഏതെങ്കിലും പ്ലേറ്റോ എന്ത് വെച്ച് വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തിക്നെസ് ശ്രദ്ധിക്കണം, കുറച്ചധികം കട്ടിയിൽ വേണം കേട്ടോ നമുക്കുള്ളത് എടുക്കാൻ. പറ്റ തിന്നായിട്ടല്ല പരത്തേണ്ടതേ. ഞാൻ ഈ ഒരു ലെവലിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം പരത്തി വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം അത് വറുത്തെടുക്കാൻ. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലാണ് ചൂടാക്കിയിട്ടുള്ളത് എണ്ണ. ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ അത് മുകളിലേക്ക് പൊങ്ങി വരും. അതാണ് നല്ല കറക്റ്റ് പാകം കേട്ടോ. അതുവരെ അതിനൊന്നും ചെയ്യാനും ഇളക്കാനൊന്നും പോകണ്ട. അതിനുശേഷം നമ്മളതിൻ്റെ മീതെ ഇങ്ങനെ ഇതേപോലെ എണ്ണ തൂവി കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ, അതാണ് അതിൻ്റെ ഒരു പാകം. ആ ഒരു പാകത്തിന് എടുത്താൽ നല്ല കറക്റ്റായിട്ടുള്ള ഈ ഒരു റവപ്പത്തിൽ നമുക്ക് കിട്ടും. ഇത് അരിനെ കൊണ്ട് ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് റവ കൊണ്ടുണ്ടാക്കുമ്പം. ഈസിയാണ്, എന്നെ ചെയ്യാനും എളുപ്പമാണ്. നമുക്കത് ഉണ്ടാക്കി വരുമ്പോഴും അത് തന്നെ കഴിക്കാനും പറ്റും. നമുക്കത് കറി കൂട്ടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 4 മണി പലഹാരം പോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഒട്ടും എണ്ണ കുടിക്കുകയും ചെയ്യില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ ആ ഒരു കുഴയ്ക്കലാണ്. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ ആ ഡോ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല റവപ്പത്തൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ ചിക്കനും ബീഫുമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതല്ല ഏത് മസാലക്കറിയും അതുപോലെ തന്നെ കടലക്കറി പോലത്തെ കറികളും കൂട്ടിയിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ഇനി ഒന്നും കറികളൊന്നുമില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.